ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹം മറവ് ചെയ്തെന്ന ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ വൻ വഴിത്തിരിവാണ് ഉണ്ടായത്. ഒടുവിൽ വാദി തന്നെ പ്രതിയാവുകയാണ്. വ്യാജ വെളിപ്പെടുത്തൽ നടത്തിയതിന് ശുചീകരണ തൊഴിലാളിയെ തന്നെ അറസ്റ്റ് ചെയ്തു. തെറ്റായ വിവരങ്ങളും വ്യാജ തെളിവുകളും നൽകിയതിനാണ് കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് തന്നെ അമ്പരപ്പിന്റെയും ആശങ്കയുടെയും മാസങ്ങളിലൂടെ കടത്തിവിട്ട വിസിൽ ബ്ലോവർ തന്നെ അറസ്റ്റിലാകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാം. എന്തൊക്കെ പരാതികളാണ് CM ചിന്നയ്യ എന്ന ആൾ ഉയർത്തിയത് എന്ന് നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ വിസിൽ ബ്ലോവർ അറസ്റ്റിലാകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ 1995 മുതൽ 2014 വരെ 100ഓളം പേർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു അവകാശപ്പെട്ടത്. ആ ധർമ്മസ്ഥലയിൽ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഈ വ്യക്തി അവകാശപ്പെട്ടത്. ധർമ്മസ്ഥലയിലെ പല സ്ഥലങ്ങളിലായി കുഴിച്ചു മൂടി നിരവധി പേരെ എന്നും അന്ന് അവകാശവാദം ഉയർത്തുകയായിരുന്നു. പിന്നീട് പല കുറി ആളുകളെ മുൾമുനയിൽ നിർത്തി 2010 കുട്ടിയുടെ ഒരു മൃതദേഹം കുഴിച്ചിട്ടു എന്ന് വെളിപ്പെടുത്തി. പമ്പിനകത്ത് അടുത്ത് കണ്ട സ്കൂൾ യൂണിഫോമിൽ ഒരു കുട്ടിയുടെ മൃതദേഹമായിരുന്നു എന്നും വെളിപ്പെടുത്തൽ വന്നു. പിന്നീട് കുടുംബത്തിലെ കുട്ടിക്ക് നേരെയും അതിക്രമം ഉണ്ടായി. അതിനുശേഷമാണ് താൻ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് പിന്നാലെ കൂടുതൽ ദുഃഖിച്ചുകൊണ്ട് ഈ സംഭവം സമൂഹത്തിലേക്ക് സ്ഥലത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ട എന്ന അവകാശവാദമാണ് ഈ വ്യക്തി അന്നത്തെ ശുചീകരണ തൊഴിലാളി പറഞ്ഞത്. പിന്നീടുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ജൂലൈ മാസം 11 വരികയാണെങ്കിൽ ഒരു അസ്ഥികൂടം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കിക്കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട മൊഴിയുമായി ഈ വ്യക്തി തന്നെ രംഗത്തേക്ക് വരുന്നതാണ് നമ്മൾ ലോകം കണ്ടത്. സർക്കാർ അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഒരു അന്വേഷണത്തിനായി പ്രഖ്യാപനം നടത്തുകയാണ്. അത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പിന്നീടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് നമ്മൾ കണ്ടത് 13 സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് മണ്ണിളക്കിയുള്ള ഒരു പരിശോധനയിലേക്ക് പോകുന്നതാണ് കണ്ടത്. അവിടെയാണ് 6-ാം നമ്പർ, ഈ 13 സ്ഥലങ്ങളിൽ നിന്നും 6-ാം നമ്പറിൽ നിന്നും ഒരു തലയോട്ടി കണ്ടെത്തുന്ന സംഭവം നമ്മൾ പിന്നീട് കണ്ടു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റിലേക്ക് ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ കടക്കുകയാണ്. സാക്ഷിയായ ശുചീകരണ തൊഴിലാളി ചിന്നയിൽ നിന്നും തോന്നിയ പല സംശയങ്ങളും ദുരൂഹതയുമാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവായി മാറുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് വാദി പ്രതിയാകുന്നു ഈ സംഭവത്തിൽ നിന്ന് അപൂർവമായിട്ടുള്ള ഒരു സംഭവവികാസത്തിലേക്ക് പോവുകയാണ്. കാരണം കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ തലയോട്ടി വ്യാജമെന്ന് കണ്ടെത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു അത്. കണ്ടെടുത്ത ശരീരഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ശരീരഭാഗം അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അത് സ്ത്രീയുടേതെന്നാണ് ഈ വ്യക്തി ആദ്യം പറഞ്ഞത്. പക്ഷേ ഫോറൻസിക് പരിശോധനയിൽ അത് പുരുഷൻ്റെതെന്ന് തെളിയുന്നു. വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. പിന്നീട് മാർക്ക് ചെയ്ത മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ 13ഇടത്ത് നിന്നും ഒന്നുമേ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഡെവലപ്മെന്റ് വഴിത്തിരിവായത് ഈ പരാതിക്കാരി സുജാത ഭട്ടിന്റെ മലക്കം മറിച്ചിലായിരുന്നു. അനന്യ ഭട്ട് എന്നൊരു മകൾ തനിക്ക് ഇല്ല എന്ന് ഒരു യൂട്യൂബിൽ വെളിപ്പെടുത്തുന്നു. ഭീഷണി കൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് SIT സംഘം അനന്യ ഭട്ടിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ആ അന്വേഷണങ്ങളിലൊക്കെ മനസ്സിലായത് ഇങ്ങനെ ഒരു മകൾ ഇല്ല, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പഠിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് അപൂർവമായ ഒരു സംഭവമായി ഇത് മാറുകയും അവിടുത്തെ വിസിൽ ബ്ലോവർ ആയിരുന്ന വ്യക്തിക്ക് വിലങ്ങ് വീഴുകയും ചെയ്ത സംഭവം ഉണ്ടായത്. ഇനി നമ്മൾ ആ വഴിത്തിരിവ് സംഭവിക്കുമ്പോൾ മുൻ ശുചീകരണ തൊഴിലാളിയും സാക്ഷിയുമായ ചിന്നയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ റിമാൻഡിലേക്ക് ഈ വ്യക്തിയെ വിടുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. സാരംഗ് സുരേഷ് വ്യക്തമായി ചിത്രം പകർന്നു നൽകാൻ ചേരുന്നുണ്ട്. സാരംഗ്, ജൂലൈ ആദ്യവാരത്തിൽ രാജ്യം മുഴുവൻ നടുങ്ങുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുമായി ശുചീകരണ തൊഴിലാളി രംഗത്തെത്തിയതോടെ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഒരുപക്ഷെ ധർമ്മസ്ഥലയിലേക്ക് എത്തിയെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കൻ കൂട്ടക്കൊലപാതകങ്ങളെയൊക്കെ തന്നെ വിസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒട്ടേറെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവിടെ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നത്. പിന്നീട് ഈ വനമേഖലയിലും പുഴക്കരയിലുമൊക്കെ തന്നെയായി നൂറുകണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചു. അതിനായുള്ള നിർദ്ദേശം നൽകിയത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സൂപ്പർവൈസർമാരാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ വെളിപ്പെടുത്തലിനെ ശക്തി പകരാനായി അവിടെ നിന്ന് കണ്ടെടുത്ത ഒരു അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ, പ്രധാനമായൊരു തലയോട്ടിയടക്കം ഇയാൾ നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. കർണാടക സർക്കാരിന് മുകളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇതേ തുടർന്നാണ് പ്രണബ് മൊഹന്തി, അവിടുത്തെ DGP ആയിട്ടുള്ള പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ധർമ്മസ്ഥലയിലെ അന്വേഷണത്തിനായിട്ട് സർക്കാർ തീരുമാനിക്കുന്നത്, അവരെ അതിനായി ചുമതലപ്പെടുത്തുന്നത്. അവരവിടെ എത്തുന്നു. പിന്നീട് ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണമാണ് അവിടെ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള
പ്രാഥമികമായുള്ള ചർച്ചകളൊക്കെ തന്നെ ആരംഭിക്കുന്നു. പ്രത്യേക ഫോറൻസിക് സംഘം അതിൻ്റെ ഭാഗമായി മാറുന്നു. പിന്നീട് അവർ ആദ്യഘട്ടത്തിൽ അവിടെ മംഗളൂരുവിലെ കദ്രുവിൽ ആയിരുന്നു മൊഴിയെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് അത് ബെൽത്തങ്ങടിയിലെ SITയുടെ പ്രത്യേക ഓഫീസിലേക്കാവുന്നു. പിന്നീട് ഈ SIT ഓഫീസിന് പോലീസ് സ്റ്റേഷന് പ്രത്യേക അധികാരം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ചർച്ചകളും അതുപോലെ തന്നെ യോഗ പരിപാടികളൊക്കെ തന്നെ മുന്നോട്ടേക്ക് പോയിരുന്നത്. അതിനുശേഷം പിന്നീട് ഈ ധർമ്മസ്ഥല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ തിരച്ചിൽ ആരംഭിക്കുന്നു. അല്ലെങ്കിൽ തെളിവെടുപ്പ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ അതിൽ ചിലയിടങ്ങളിൽ നിന്നൊക്കെ തന്നെ അസ്ഥിയുടെ ഭാഗങ്ങൾ കിട്ടുന്നുണ്ട്. അതിനെതിരെ പഞ്ചായത്തിൽ നിന്നൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായിരുന്ന നേതാക്കളൊക്കെ തന്നെ വന്ന് അത് ഒരുപക്ഷെ പണ്ട് ശ്മശാനമായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണെന്നുള്ള വാദങ്ങളൊക്കെ തന്നെ സമാന്തരമായി ഉയരുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയ തെളിവുകൾ വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു SIT സംഘത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്ക്. എന്നാൽ അതിനൊക്കെ തന്നെ പൂർണ്ണമായ രീതിയിൽ വലിയ ഒരു വഴിത്തിരിവുണ്ടാകുന്നു. അതിന് സമാന്തരമായി തന്നെ സുജാത ഭട്ട് രംഗത്തെത്തുന്നു. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുന്ന അവസ്ഥയൊക്കെ തന്നെയുണ്ട്. അത്തരത്തിലുള്ള ഒരു രീതിക്ക് അവിടെ ഉണ്ടായ കാഴ്ചകൾക്ക് പൂർണ്ണമായും വലിയ തോതിലൊരു വഴിത്തിരിവുണ്ടാകുന്ന കാഴ്ച, ഒരുപക്ഷെ സിനിമാ ക്ലൈമാക്സുകളിലൊക്കെ ഉണ്ടാകുന്ന ട്വിസ്റ്റുകൾക്ക് സമാനമായി ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ശരി, സാരംഗ് സുരേഷാണ് വ്യക്തമായ വിവരങ്ങൾ പകർന്നു